ഓം ശാന്തി. ശക്തിശാലിയായ മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ ജീവിതത്തിൽ അവരെ തോൽപ്പിക്കാനായിട്ട് ആർക്കും തന്നെ സാധ്യമല്ല. രോഗത്തിനോ ശോകത്തിനോ മറ്റ് സാഹചര്യങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ ഒന്നും തന്നെ ശക്തമായൊരു മനസ്സിനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തം മനസ്സിനെ ശക്തിശാലിയാക്കുന്നതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭമായിരിക്കുന്ന കളി എന്ന് പറയുന്നത് തന്നെ. മനസ്സിനെ ജയിച്ചവരാണ് മറ്റേത് കളിയിലും ജയിക്കുന്നവർ. അവർ ഫിലിം ഫീൽഡിലായിക്കോട്ടെ, ചെസ് ചാമ്പ്യൻ ആയിക്കോട്ടെ, അഥവാ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരാവട്ടെ, ബിസിനസ് മെന്മാരാവട്ടെ, ലോകത്തിലേത് മേഖലയിലും ജയിച്ചവരെല്ലാം തന്നെ തൻ്റെ മനസ്സിൻ്റെ മേലെ ജയിച്ചവരാണ്, അഥവാ മനസ്സിനെ ശക്തിശാലിയാക്കാൻ പഠിച്ചവരാണ്. 2 കുട്ടികളെക്കുറിച്ച് ഓർക്കുകയാണ്. അവർ കുട്ടിക്കാലത്ത് സാധാരണ ഒരു കുഗ്രാമത്തിൽ നിന്ന് തന്നെ പറയാം. അവരുടെ നാട്ടിൽ അങ്ങനെ യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ 2 പേരും കളിച്ചു വളർന്നു. ജ്യേഷ്ഠൻ എന്നും തൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകളെ കുറ്റം പറയുന്ന ആളും, അനിയൻ തൻ്റെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വരുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ളതായിരിക്കുന്ന വഴി എന്തെന്ന് ചിന്തിക്കുന്നവനുമായിരുന്നു. വളർന്നു വലുതായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അനിയൻ പഠിക്കാൻ വേണ്ടിക്കൊണ്ട് ആ കുഗ്രാമം വിട്ടുകൊണ്ട് നല്ല നഗരത്തിലേക്ക് മാറി താമസമാക്കി. അവിടെ പഠിച്ചു, വളർന്നു. ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്താലും വലിയൊരു നിലയിൽ എത്തണം എന്നതായിട്ടുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി പലപ്പോഴും ചെയ്തപ്പോൾ പലതും തോറ്റു, പിന്നെയും എഴുന്നേറ്റു. നടക്കാൻ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വീണും എഴുന്നേറ്റുമായി അവസാനം അവൻ വലിയൊരു കമ്പനിയുടെ CEO ആയി. അതേസമയം ജ്യേഷ്ഠൻ സാഹചര്യങ്ങളെ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടൻ, അവൻ ആ ഗ്രാമത്തിൽ തന്നെ ചെറിയൊരു പെട്ടിക്കട തുടങ്ങി. അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എവിടെ എത്താതായി. ജീവിതത്തിൽ രോഗത്തിൻ്റെ ഒരു പ്രശ്നം വന്നതോടുകൂടി തളർന്നു പോയി. ജീവിക്കാൻ വയ്യ എന്നൊരവസ്ഥയിലേക്ക് അയാളും എത്തിച്ചേർന്നു. ഈ ജീവിതത്തിൽ ജയിക്കണമോ തോൽക്കണമോ എന്നുള്ളത് ഒരിക്കലും സാഹചര്യങ്ങളല്ല കാരണക്കാരാകുന്നത്. 2 പേരും ഒരേ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടികൾ, ഒരേ സാഹചര്യത്തിൽ വളർന്നവർ. പക്ഷേ ഒരാൾ തൻ്റെ ജീവിതത്തിൽ എല്ലാ ഹൈറ്റ്സും അച്ചീവ് ചെയ്തപ്പോൾ മറ്റൊരാൾ സാഹചര്യത്തിനെ പഴിച്ചുകൊണ്ട് അവിടെ തന്നെ സ്വയം മൺമറഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടായി. അതുകൊണ്ട് കളിക്കേണ്ട ഏറ്റവും വലിയ കളി മനസ്സിൻ്റെ കളിയാണ്. മനസ്സിനെ കളിക്കാൻ പഠിക്കുക എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിനെ ജയിക്കാൻ പഠിക്കുക എന്നർത്ഥം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം മനസ്സിനെ ശക്തിശാലിയാക്കണം എന്ന് വേണം നമുക്ക് പറയാൻ. സാധാരണഗതിയിൽ ജിമ്മിന് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ജിമ്മിൽ ആദ്യം പോകുമ്പോൾ കുറച്ച് കളിച്ച് കഴിയുമ്പോൾ ഫസ്റ്റ് ജിമ്മിൽ പോയി നമ്മുടെ എക്സ്പീരിയൻസ് നോക്കിയാൽ കൈയിൻ്റെയും കാലിൻ്റെയും മസിൽ, എന്തിനേറെ പറയണം, ശരീരം മുഴുവൻ നുറുങ്ങിപ്പോകുന്ന പോലെ വേദനയായിരിക്കും ആദ്യത്തിൽ ജിം പോയ ദിവസങ്ങൾ ഉണ്ടായിരിക്കുക. മേലെങ്ങനെ തൊടുമ്പോൾ തൊടല്ലേ വേദനിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. പക്ഷേ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ ആ വേദനകളെല്ലാം മാറിക്കൊണ്ട് ശക്തി ആർജിക്കും. എത്ര കൂടുതൽ സമയം ജിമ്മിൽ കളിച്ചുകൊണ്ട് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുന്നു, ബോഡിയെ സ്ട്രോങ് ആക്കുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ മസിൽ പവർ, അവരുടെ ബോഡി സ്ട്രെങ്ത് എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. ഇത് സെയിം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും. മനസ്സിനും കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ പോലും സങ്കടപ്പെട്ടുകൊണ്ട് എന്നെക്കൊണ്ടാവില്ല, ഇതെനിക്ക് പറ്റില്ല, അതെനിക്ക് പറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരിക്കലും ലൈഫിൽ എവിടെയും എത്തിച്ചേരാൻ നമുക്ക് സാധ്യമല്ല. അതേസമയം മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനും പ്ലാൻഡ് ആയിക്കൊണ്ട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊടുത്ത് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് കണ്ടിട്ടില്ലേ, ആദ്യം ചെറിയ വെയിറ്റ്, പിന്നെ കൂട്ടി വെയിറ്റ്, അങ്ങനെ അവരുടെ മാക്സിമം കപ്പാസിറ്റി ഉയർത്തും പോലെ നമ്മുടെ മനസ്സിനും അതെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ആദ്യം അതിന് കൊച്ചു ടാസ്കുകൾ കൊടുക്കണം. ആ ടാസ്കുകൾ ചെയ്ത് നമ്മൾ അഥവാ ആരോടെങ്കിലും സംസാരിച്ചിരുന്നു, ഒരു റിലാക്സ്ഡ് ലൈഫ്. രാവിലെ 10 മണിക്ക് ഓഫീസിലെത്തി, വൈകുന്നേരം വരത്ത് അവിടെ കാര്യം കഴിഞ്ഞു, അവിടെ അവസാനിച്ചു. 5 മണി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ ഫാമിലിക്കൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ TV കാണുന്നു, അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യുന്നു, കൂട്ടുകാർക്കൊപ്പം സംസാരിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതമെങ്കിൽ നിങ്ങൾ ആ ഒരു 10-10 പോയാൽ മതിയാവും, മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട. അതല്ല, ജീവിതത്തിൽ എന്തെങ്കിലും ഹൈറ്റ്സ് വേണം, മറ്റുള്ളവരെ പോലെ എനിക്കും ജയിച്ചു കാണിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പെർമാനൻ്റ് ആയിരിക്കുന്ന ഒരു ഇൻകം, അത് നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഇൻകം, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇൻകം, നിങ്ങൾ മരിച്ചാൽ പോലും എല്ലാവരും നിങ്ങളുടെ പേര് ഓർമ്മിക്കുന്ന ഒരവസ്ഥ, ജീവിച്ചിരിക്കുക എല്ലാവർക്കും തണലായി തീരുന്ന ഒരു ജീവിതം, ഇതെല്ലാം നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പരിശ്രമിച്ചേ പറ്റൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തലത്തിൽ നിങ്ങൾ തുടങ്ങുന്നു, ഏത് ഏജിൽ തുടങ്ങുന്നു
തുടങ്ങുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ മനസ്സിലാക്കുന്ന നിമിഷം, ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അലയാൻ വിടാതെ, ഒരു കൊച്ചുകുട്ടീനെ നിങ്ങൾ എവിടേക്കെങ്കിലും പോയി കളിച്ചോ, എങ്ങനെയും പോയി കളിച്ചോ എന്ന് പറഞ്ഞാൽ വിശന്ന് വലഞ്ഞ് എവിടെയെങ്കിലും വീഴും വരെ കുട്ടികൾ കളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെയും സ്വഭാവം. അതിനെ വെറുതെ അലയാൻ വിടാതെ, അതിന് പർപ്പസ്ഫുൾ ആയിരിക്കുന്ന പ്ലാൻ കൊടുത്തുകൊണ്ട്, കൊച്ചു കൊച്ചു ടാസ്കുകൾ കൊടുത്തുകൊണ്ട്, ഇത്ര സമയം നീ സൈലൻ്റ് ആയിരിക്കണം, ഇത്ര സമയം നീ ഇങ്ങനെ ചെയ്യണം. ഈവൻ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കയ്യിൽ വരുമ്പോൾ ആ ചോക്ലേറ്റിന് മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇപ്പം കഴിക്കുന്നില്ല, 2 മണിക്കൂർ കഴിയട്ടെ എന്നിട്ട് കഴിക്കാം. വിചാരിക്കേണ്ട വലുതായില്ല, ഇതൊന്നും എനിക്ക് വലിയ കാര്യമാണോ എന്ന്. നിങ്ങൾ ചെയ്തു നോക്കൂ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഞാനിത് ചെയ്യില്ല എന്നൊരു ഓർഡർ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പതുക്കെ 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 അത് സാരമില്ല, എത്ര നേരെ മതി എന്ന് പറയാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വേണ്ട പണിഷ്മെൻ്റ് ആയിക്കൊണ്ട് ഒരു നേരത്തെ ആഹാരം ത്യജിക്കാൻ നിങ്ങളതിന് ശിക്ഷയായിട്ട് കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരുപക്ഷേ നമ്മൾ കൊടുക്കുന്നതായിരിക്കുന്ന കാര്യം ഒരു നേരത്തെ ആഹാരം, 2 നേരത്തെ ആഹാരം, 24 hours ഉപവാസം ഇരുന്നാൽ പോലും ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ഉപവാസം ഇരിക്കണമെന്ന്, അതെനിക്കുള്ള ബെനിഫിറ്റാണ്, അത് എൻ്റെ വ്രതമാണ്, എൻ്റെ ബോഡി ഞാൻ ക്ലീൻ ചെയ്യുകയാണ് എന്ന സങ്കല്പത്തിലാണെങ്കിൽ നോ ഇഷ്യൂ, വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, നത്തിങ്. അതേസമയം ഇന്ന് പണിഷ്മെൻ്റാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഈ മിസ്റ്റേക്ക് സംഭവിച്ചത് കൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളിന്ന് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ മിനിറ്റുകൾക്കുള്ള ദാഹം നിങ്ങൾക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക, മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിക്കൊണ്ട് കൊച്ചു കൊച്ചു ടാസ്കുകൾ കൊടുത്തേ പറ്റൂ. മനസ്സ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അലയാൻ പോകുന്നുവെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം പോട്ടെ, 5 മിനിറ്റ് സമയമെങ്കിലും ഒരൊറ്റ എക്സസൈസ് ബോറടിക്കുന്ന ഉറപ്പാണ്. ഞാൻ ഭ്രൂമധ്യത്തിൽ എന്നെ കാണുന്നു, നമ്മുടെ നാട്ടിലെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്, ഐ എം ദ സ്റ്റാർ ഓഫ് മൈ ലൈഫ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സ്റ്റാറിനെ കാണുന്നു. ഈ ഭ്രൂമധ്യത്തിൽ നിന്ന് ഹൈപ്പോതലാമസിൻ്റെ ആരംഭ സ്ഥാനത്ത് പതുക്കെ അത് പുറത്തു കിടക്കുന്നു. താഴെ ഇരിക്കുന്ന ബോഡിയെ കാണുന്നു, എൻട്രിങ് ഇൻ ടു ബോഡി, എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ഈ റിപ്പീറ്റേഷൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ബോറടിക്കുമായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഉള്ളിലെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയും നിങ്ങളും രണ്ടായിക്കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളുടെ മൈൻഡ് പവർ എത്ര ഡബിൾ ത്രിബിൾ മടങ്ങായി ഡെവലപ്പ് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ എത്ര കൂടിയിട്ടുണ്ടാവുന്നതാണ് യാതൊരു ലിമിറ്റും ഉണ്ടായിരിക്കില്ല. ചെറിയ ടാസ്ക്കാണ്, അത് ചെയ്യാൻ മടി കാണിക്കുമ്പോൾ റിപ്പീറ്റേഷൻ കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ആ ടാസ്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണോ റെഗുലറായി ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ സ്ട്രെങ്ത് ഡെവലപ്പ് ആകുന്നത്, അതുപോലെ മെൻ്റൽ സ്ട്രെങ്ത്തും ഡെവലപ്പ് ആവും, മനസ്സ് ശക്തിശാലിയാവാനായി തുടങ്ങും. മാത്രമല്ല, എന്തെങ്കിലും ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ ലൈഫിൽ ഒരു പെയിനും ഇല്ലാതെ ഒരാൾക്ക് ഒന്നും നേടാൻ സാധിക്കാറില്ല. അതുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പിന് വേണ്ടി നോക്കുമ്പോൾ നമ്മളെ ഭയം കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെ എക്സ്ട്രാ പഠിക്കാനുള്ളതായിരിക്കുന്ന സമയം ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. 24 മണിക്കൂറേ ഉള്ളൂ എല്ലാവരുടെയും സമയം. എൻ്റെയും സമയം 24 മണിക്കൂറാണ്, നിങ്ങളുടെ സമയം 24 മണിക്കൂറാണ്. ബട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഒരിക്കലും സമയമില്ല ക്ലാസ്സിന് വരാമെന്ന് പറയുന്ന പല ആളുകളും ഞാൻ കാണാറുണ്ട്. എന്തെങ്കിലും ലൈഫിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് കൃത്യമായി ക്ലാസ് കേൾക്കാൻ, മെഡിറ്റേഷൻ ചെയ്യാൻ, ഭഗവാനെ ഓർക്കാൻ എല്ലാത്തിനും സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് അവരുടെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ജീവിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ടൈറ്റ് ഷെഡ്യൂൾസിലും ഒരുപാട് കൂടുതൽ ഡ്യൂട്ടികളും ചെയ്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ആ സമയത്ത് അവർക്ക് സമയം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ കാണാറുണ്ട്. മീൻസ് നമ്മുടെ മനസ്സ് സമയമുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ പറ്റാത്തൊരു കാര്യമില്ല. അതുകൊണ്ട് അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് സമയം ഉറക്കം കുറച്ചിട്ടാണെങ്കിലും, രാത്രി ഉറങ്ങുന്നേക്കാൾ മുന്നേ ഒരു 15 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടാണെങ്കിലും സമയം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ സമയം ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് നല്ല സ്വഭാവങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിക്കൊണ്ട് നിരന്തരമായ പരിശ്രമം നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ റെഗുലർ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടേതായിട്ടുള്ള ഫീലിങ്സ്, അനുഭൂതികൾ, ഇതൊക്കെ നമുക്ക് തരുന്നതായിട്ടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിനെ നമുക്ക് പവർഫുൾ ആക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിരിക്കുന്ന പ്രാക്ടീസിലൂടെ, റെഗുലർ പ്രാക്ടീസാണ്, നിരന്തരമായി നിങ്ങൾക്കതിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാമെങ്കിൽ ഒരിക്കലും വിചാരിക്കരുത് കുറേ കാലമായിട്ട് ഇത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്. അതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്ന ഒരു മോറൽ മസിൽസ് ഉണ്ട്, പോസിറ്റീവായിരിക്കുന്ന തോട്ട്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അത് ലൈഫിൽ നിങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അഥവാ തൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന തോൽവികളിൽ തോറ്റിരുന്നുവെങ്കിൽ, എലോൺ മസ്ക് തോറ്റിരിക്കുകയാണെങ്കിൽ ഇന്ന് സ്പേസ് എക്സ് ഉണ്ടാകില്ലായിരുന്നു, അതേസമയം അല്ലെങ്കിൽ ടെസ്ല ഉണ്ടാകില്ലായിരുന്നു. നമ്മുടെ അബ്ദുൽ കലാം തൻ്റെ ജീവിതത്തിൽ
ചില സാഹചര്യങ്ങളെ പഴിച്ചിരുന്നുവെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ കടൽത്തീരത്തൊരു കൊച്ചു ബാലകനായിട്ട് ഓടി നടന്നേനെ. തൻ്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് ജയിക്കാൻ നമുക്ക് പഠിക്കാമെങ്കിൽ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാം. മനസ്സുകൊണ്ട് ജയിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന് കൃത്യമായിട്ടുള്ള രീതിയിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ തോറ്റുപോകാതിരിക്കാൻ. ഒരു പരീക്ഷ വരുമ്പോൾ മാത്രം പഠിക്കുന്ന കുട്ടിക്ക് പരീക്ഷ എന്നതൊരു ഭയമായിരിക്കും. അതേസമയം ജീവിതത്തിലെ എല്ലാ ലെസനും എന്നും പഠിച്ചുകൊണ്ട് തൻ്റെ പ്രസൻറ്റേഷനിലൂടെ എന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അവർക്ക് അവരുടെ വിജയം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അവർക്ക് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഒരു യാത്ര മാത്രമാണ്. അത് ആനന്ദദായകമായിരിക്കും. അതുപോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ അപ്പം മാത്രം സ്വന്തം മനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ സമയത്ത് ആ മനസ്സിന് അതൊന്നും താങ്ങാൻ സാധ്യമല്ല. ഒരുപാട് വീണ ശേഷം അവിടെ നിന്ന് കയറി വരണമെങ്കിൽ നിങ്ങൾക്ക് എത്രയോ എഫർട്ട് എടുക്കാനുണ്ടാവും. നിന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറാം. അതുകൊണ്ട് ജീവിതത്തിലൊരു പ്രശ്നം വരാൻ വേണ്ടി കാത്തു നിൽക്കാതെ ഇന്നത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് അവിടെ തന്നെ നമ്മുടെ മനസ്സിനെ ചിട്ടയായൊരു മാർഗത്തിലൂടെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കുറച്ച് സമയം ഭഗവാനെ ഓർമ്മിക്കാൻ, കുറച്ച് സമയം നമ്മൾ പോസിറ്റീവായിട്ടുള്ള സ്റ്റഡിക്ക് വേണ്ടി കൊണ്ട്, അതുപോലെ തന്നെ ഭഗവാനെ ഓർമ്മിച്ച് ക്ലാസ് കേൾക്കാനുള്ളതായിട്ടുള്ള സമയം കണ്ടെത്തിക്കൊണ്ട് ഈവനിങ് ടൈമിൽ, ഈവനിങ് നിങ്ങൾ ബിസി ഷെഡ്യൂൾസിലോ ഓഫീസിലോ ബിസിനസ്സിലോ ഷോപ്പിലോ ആണെങ്കിൽ എപ്പോഴാണോ നമ്മുടെ വീട്ടിൽ വരുന്നതായിട്ടുള്ള സമയം അവിടെ നമ്മൾ കുളിച്ച് ശുദ്ധമായി ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ റീചാർജ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, എപ്പോഴാണോ ബാറ്ററി ഫുൾ ചാർജഡ് ആകുന്നത് ആ സമയത്ത് നമുക്ക് മോർ സ്ട്രെങ്ത്തിനോട് കൂടി ലോങ് ടൈം കിട്ടും. അതുപോലെ നമ്മളുടെ ബാറ്ററീനെ റീചാർജ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് രാത്രിയിൽ കുറച്ച് സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ ഇത്തരം നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടകളായിരിക്കുന്ന കാര്യങ്ങളെ അത് ഇനി എത്ര വൈകി പോയാലും, ഞാൻ ചില സന്ദർഭങ്ങളിലൊക്കെ 11:30 12 മണിയാവാൻ പോയിട്ട് എൻ്റെ ബെഡിൽ പോയ ദിവസങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടയാണ്. ഉറങ്ങും മുന്നേ മിനിമം 10 മിനിറ്റ്സ് എങ്കിലും പവർഫുള്ളായിട്ട് ഈശ്വരനുമായിട്ടുള്ള കണക്ഷനിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ദിവസത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നാളെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഒരു ന്യൂ ഇയറിന് നമ്മൾ വരവേൽക്കും പോലെ എല്ലാ ദിവസത്തെയും ന്യൂ ഡേ ആക്കിക്കൊണ്ട് റിസീവ് ചെയ്യാൻ തയ്യാറാകാമെങ്കിൽ മനസ്സ് സ്ട്രോങ് ആവും, അത് വീക്കാവില്ല. മനസ്സിൻ്റെ ഭാരത്തെ ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിക്കൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി വിടും. അങ്ങനെ നമ്മുടെ മനസ്സിനെ പ്ലാൻഡ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ മനസ്സിനെ ശക്തമാക്കാൻ സാധിക്കും. ശക്തമായ മനസ്സിൽ നിന്ന് എത്ര തന്നെ വലിയ സാഹചര്യങ്ങൾ വന്നാലും, ഇനി ഈവൻ മരണം തന്നെ മുന്നിൽ വന്നാലും അതും പലപ്പോഴും നമ്മളെ പേടിച്ച് തോറ്റോടി പോകുന്ന അവസ്ഥ അങ്ങനെയുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിനെ ശക്തമാക്കാൻ വേണ്ടിക്കൊണ്ട് റെഗുലർ പ്രാക്ടീസ് വേണം, നമുക്ക് നിരന്തരമായ പ്രാക്ടീസ് വേണം, അതിൽ പൂർണ്ണ അറ്റൻഷൻ വേണം. ഒരു ദിവസവും 2 ദിവസത്തെയല്ല നമ്മുടെ ജീവിതമുള്ളിടത്തോളം സമയം മനസ്സിൻ്റെ മേലെ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മനസ്സിനെ കൂട്ടുകാരനാക്കാൻ വേണ്ടി കുറച്ച് ശ്രമിക്കാമെങ്കിൽ ശക്തമായ മനസ്സിൽ നിന്ന് വിജയം ഉറപ്പാക്കുന്ന ജീവിതം നമുക്ക് നേടാനാകും. അതുകൊണ്ട് അത്തരത്തിൽ റെഗുലർ മെഡിറ്റേഷൻ, റെഗുലർ സ്റ്റഡി, കുറച്ച് ഹെൽത്തിന് വേണ്ടതായിട്ടുള്ള വ്യായാമം, സെൽഫ് ചെക്കിങ്, ഈശ്വരനുള്ളതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ളതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മനസ്സിനെ കൃത്യമായ താളലയത്തിലൂടെ ശക്തമാക്കി മാറ്റേം. എന്ത് വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയിയാകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.